ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഹരിവരാസന പുരസ്കാരമാണ്. കോഡുകളൊക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ നമുക്ക് ജേതാക്കളെ പഠിച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഹരിവരാസന പുരസ്കാരം. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകി വരുന്ന പ്രശസ്തമായ പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. ഹരിവരാസന പുരസ്കാരം നൽകുന്നത് കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായിട്ടാണ്. 2012 മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ചോദിച്ചാൽ 2012 ആണ്. അപ്പൊ നമ്മൾ പഠിച്ചു കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകി വരുന്ന പ്രശസ്തമായിട്ടുള്ള പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. 2012 മുതലാണ് ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങുന്നത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. എത്രയാണ്? ഹരിവരാസന പുരസ്കാരത്തിന്റെ സമ്മാന തുക ചോദിച്ചാൽ അത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. എല്ലാ വർഷവും മകരവിളക്ക് ദിനത്തിൽ, അതായത് ജനുവരി 14 എല്ലാ വർഷവും മകരവിളക്ക് ദിനത്തിൽ ശബരിമല സന്നിധാനത്ത് വെച്ചാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം പുരസ്കാര ജേതാക്കൾ. ആദ്യമായി ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KJ യേശുദാസിനാണ്. 2012 മുതലാണ് ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ 2012 പ്രഥമ ജേതാവ് ചോദിച്ചാൽ അത് KJ യേശുദാസ് ആണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം പഠിക്കാൻ വേണ്ടിയിട്ട് കോഡിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ. ഹരിവരാസനം എന്ന ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നത് ആരുടെ ചിത്രമാണ്? KJ യേശുദാസിന്റെ ചിത്രമാണല്ലോ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. പ്രഥമ ഹരിവരാസന പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് KJ യേശുദാസ് ആണ്. വർഷം കൂടി കണക്ട് ചെയ്ത് വെക്കുക, 2012. ഇനി നോക്കാം 2024 ജേതാവ് ചോദിച്ചാൽ 2024 ജേതാവ് ചോദിച്ചാൽ അത് പ്രശസ്ത തമിഴ് പിന്നണി ഗായകനായിട്ടുള്ള വീരമണിദാസനാണ്. വീരമണിദാസനാണ് 2024 ജേതാവ്. പ്രശസ്ത തമിഴ് പിന്നണി ഗായകൻ വീരമണിദാസനാണ്. ഇനി 2025 ജേതാവ് ചോദിച്ചാൽ ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. പ്രശസ്ത ചലച്ചിത്ര ഗാന രചയിതാവും സംഗീത സംവിധായകനുമായിട്ടുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് 2025 ഹരിവരാസന പുരസ്കാര ജേതാവ്. 2026 ജേതാവ് ചോദിച്ചാൽ അത് പ്രശസ്ത നാദസ്വര വിദ്വാനായ തിരുവിഴ ജയശങ്കർ ആണ്. പ്രശസ്ത നാദസ്വര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കർ ആണ് 2026 ജേതാവ്. ഇനി ഇത് പഠിച്ചു വെക്കാനുള്ള കോഡ് പറയാം. 4 മണിക്ക് ഹരിവരാസനം പാടിയ കഴുതയ്ക്ക്. 4 മണിക്ക് ഹരിവരാസനം പാടിയ കഴുതയ്ക്ക് വഴക്ക് കിട്ടി എന്നോർക്കാം. എന്താണ്? 4 മണിക്ക് ഹരിവരാസനം പാടിയ കഴുതയ്ക്ക് വഴക്ക് കിട്ടി. അപ്പോൾ കോഡാണ്, നിങ്ങൾ കോഡുകൾ ആ രീതിയിൽ എടുക്കണം കേട്ടോ. PSCയിൽ നമുക്ക് സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ സമയം ലാഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടി പറയുന്ന കോഡുകളാണ് നിങ്ങൾ വേറെ രീതിയിൽ എടുക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ 4 മണിക്ക് എന്ന് പറയുന്നത് 4 എന്ന് 2024 കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല അല്ലേ. അപ്പോൾ 4 മണിക്ക് മണി എന്നതിൽ നിന്ന് വീരമണിദാസൻ കണക്ട് ചെയ്യാലോ. 4 മണിക്ക്, അപ്പൊ 2024 ജേതാവ് വീരമണിദാസനാണ്. അപ്പൊ 4 മണിക്ക് ഹരിവരാസനം പാടിയ കഴുത എന്നതിൽ നിന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പൊ ഞാൻ പറഞ്ഞു കോഡാണ്, നിങ്ങൾ ആ രീതിയിൽ എടുക്കണം. അപ്പൊ 4 മണിക്ക് ഹരിവരാസനം പാടിയ കഴുതയ്ക്ക് വഴക്ക് എന്നതിൽ നിന്ന് തിരുവിഴ എന്നും കണക്ട് ചെയ്ത് വെച്ചൂടെ. വഴക്ക് എന്നതിൽ നിന്ന് തിരുവിഴ എന്നും കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ 2026 ജേതാവ് ചോദിച്ചാൽ പ്രശസ്ത നാദസ്വര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കർ ആണ്. അപ്പോൾ നമ്മുടെ കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്